ഇപ്പോൾ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ചലച്ചിത്രത്തിലായാലും വലിയൊരു സ്വത്വബോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചു. സ്വത്വബോധം ഞാനെന്ന അഹങ്കാരമല്ല, ഞാനെന്ന സ്വയം ബോധം, സ്വത്വബോധത്തിൻ്റെ രാജശില്പി എന്ന് വേണമെങ്കിൽ എം ടിയെ വിളിക്കാം. വാങ്മയത്തിൻ്റെ രാജശില്പി എന്നതോടൊപ്പം എം ടി ഒരിക്കൽ പറഞ്ഞതോർക്കുന്നു, അറവ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന നാൽക്കാലികൾക്ക് ഏത് മരണമാണ് തനിക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, അതിൽ ഞാനില്ല ഞങ്ങളെ ഉള്ളൂ എന്ന്. സമൂഹത്തിലും ഞാൻ എന്ന വ്യക്തിത്വത്തോടെ മനുഷ്യൻ ഉയർന്നു നിൽക്കണമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും തൻ്റെ കാലഘട്ടത്തെപ്പറ്റി ആഴത്തിൽ ആലോചിക്കുകയും മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എം ടി ഇവിടെ ചൊല്ലിയിട്ടുള്ളത്. മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് ഇനിയുള്ള കാലത്ത് നമുക്കേറെ ചിന്തിക്കേണ്ടി വരും. എം ടിയുടെ വേർപാട് നമ്മയൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂടി അനുഭവിച്ച ജീവിത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ അടുത്ത അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം, ആ മഹത്തായ സ്നേഹസ്പർശത്തെ, അതിന് ഭാഗ്യമുണ്ടായതിൽ കൃതാർത്ഥതയോടെ ആദരങ്ങളോടെ അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന പതിനായിരങ്ങളിൽ നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നു. അത്ഭുതം തോന്നുന്ന കാര്യം, നമ്മൾ ദീപക് തർമ്മടം പറഞ്ഞതുപോലെ ഈ 24 അതിൻ്റെ 5ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ചീഫ് എഡിറ്റർ എന്ന നിലയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചില എഴുത്തുകാരും ചില സാംസ്കാരിക നായകന്മാരെയൊക്കെ കണ്ടെത്തിയപ്പോൾ അതിലൊരു ചോദ്യം എം ഡി ചോദിക്കണം എന്ന് ആഗ്രഹിച്ച് ദീപക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു. സത്യത്തിൽ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. എപ്പോഴും എം ഡി ഞാനൊരു ഭയത്തിൻ്റെ അകലത്ത് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള വേളകളിലൊക്കെ തന്നെ ഒരു അകലം പാലിച്ച് നിൽക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചിരി, ചിലപ്പോൾ 1-2 വാക്കുകൾ, ഇതൊക്കെ എനിക്ക് എന്നെ ഒന്ന് തഴുകി കടന്നു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം എന്നോട് ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. എം ഡി എന്ന് പറയുന്ന നമുക്ക് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ഉയർന്നു നിൽക്കുന്ന ആ തലപ്പൊക്കമുള്ള മനുഷ്യൻ എന്നെപ്പോലെ ചെറിയ ആളോട് ചോദ്യം ചോദിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ജീവിതത്തിലെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടും വലിയൊരു പുണ്യമായിട്ടും ഞാനത് കാണുകയാണ്. മമ്മൂക്ക ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചൊരു കാര്യമുണ്ട്. ചെല്ലെങ്കിലും പറയുന്നുണ്ട് എം ഡി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ട ദിവസം ആദ്യകാലം മുതലേ തന്നെ കോഴിക്കോട് പോയി മഞ്ചേരിയിലെ അഭിഭാഷകനായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് എം ഡിയെ സമീപിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പല ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണുകയും ആ ബന്ധം വളരുകയും ചെയ്തത്. പിൽക്കാലത്ത് എം ഡിയുടെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ മമ്മൂട്ടിക്ക് അവസരം കിട്ടി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന കഥാപാത്രങ്ങൾ നൽകിയതും എം ഡി ആയി എന്നുള്ളത് ചരിത്രത്തിൻ്റെ വലിയൊരു തിരിച്ചറിവാണ്.